ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നിങ്ങൾക്കേവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. രക്ഷാകരമായ കെംദ അഥവാ ഉയർപ്പ് പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണല്ലോ. തിന്മയെ തച്ചുടച്ച് ജയം നേടിയ നന്മയുടെ പുനരുദ്ധാനമാണ് കെംദ പെരുന്നാൾ. ഈ കെംദ പെരുന്നാളിന് ഒരു പ്രത്യാശയുടെ അനുഭവമാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ പിന്നിൽ നട്ടുച്ചയ്ക്ക് പോലും സൂര്യൻ ഇരുണ്ടുപോയതായ ഒരു ദുഃഖവെള്ളിയുടെ കഥന നൊമ്പരമുണ്ട്. പക്ഷേ മനുഷ്യപുത്രൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ആഹ്ലാദം പങ്കിടുന്ന ഈസ്റ്റർ ദിന ആഘോഷങ്ങൾ നാം തിരിച്ചറിയേണ്ട കാര്യമെന്നുള്ളത്, കഴിഞ്ഞുപോയ ജീവിതത്തിൽ വേദനയുടെ അനുഭവത്തിൽ നിന്ന് വീണ്ടും പ്രത്യാശയുടെ അനുഭവത്തിലേക്ക്, സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരവസരമാണ് ഈസ്റ്റർ ദിനം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ പ്രത്യാശ, സന്തോഷം, വിജയം എന്നിവ മാനവരാശിക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. മരണം ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളുടെ മേലും കർത്താവ് നമുക്കായി ജയം നേടി. അങ്ങനെ കർത്താവ് ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ ആദ്യഫലവും തനിക്ക് ശേഷം തന്നിൽ വിശ്വസിക്കുന്ന സകലരും ഉയർക്കും എന്നും ഇത് മുഖാന്തരം വ്യക്തമാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഇനി മരണത്തിന് കീഴ്പ്പെട്ടവരല്ല, അല്ലെങ്കിൽ ശവക്കല്ലറ എന്നത് നമ്മുടെ അവസാനവുമല്ല എന്നുള്ളതായ വസ്തുത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. എൻ്റെ കർത്താവ് ഇന്ന് എനിക്കായി പാപത്തെ പരാജയപ്പെടുത്തി പാതാളത്തിൻ്റെ പ്രഭാവം കെടുത്തിക്കളഞ്ഞ് സാത്താനെ ബന്ധനസ്ഥനാക്കി. ഇനി എൻ്റെ ദൈവത്തോടു കൂടി ഞാനും നിങ്ങളുമെല്ലാം നിത്യതയിൽ വാഴേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. നമുക്കോട് കൂടുതൽ ചേർന്ന് പറയുവാൻ സാധിക്കണം, ഇനി പാപത്തിലേക്ക് ഞാൻ തിരിയില്ല, കാരണം ഉദ്ധിതനായവൻ എൻ്റെ ഉള്ളിലുണ്ട്, അവനോട് ചേർന്ന് നടക്കുകയാണ്. പ്രിയമുള്ളവർ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട കാര്യം എന്നുള്ളത്, പുതിയ വെളിച്ചത്തിലേക്ക്, കർത്താവാകുന്ന പുതിയ വെളിച്ചത്തിലേക്ക്, അല്ലെങ്കിൽ കർത്താവാകുന്ന പുതിയ വെളിച്ചത്തിൽ നിന്നും കൊളുത്തപ്പെട്ട ദീപയഷ്ടികളായി ലോകത്തിന് പ്രകാശമാകുവാൻ നമ്മെ കർത്താവ് വിളിക്കുകയാണ്. കർത്താവിൻ്റെ ആ ഒരു അനുഭവം, കർത്താവ് നമ്മോട് ഉള്ളതായ അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ കരുത്ത് ആർജിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതി യെരുശലേമിൽ നിന്നും എമ്മബോസിലേക്ക്, തങ്ങളുടെ പഴയ ജോലിയിലേക്ക് മടങ്ങിയ രണ്ട് ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. യെരുശലേം കിഴക്ക് ഭാഗത്തും എമ്മബോസ് പടിഞ്ഞാറ് ഭാഗത്തുമാണ്. ഉദയത്തിൽ നിന്നും അസ്തമനത്തിലേക്ക് മടങ്ങിയ ശിഷ്യരെ നമ്മൾ കാണുകയാണ്. ജീവിതത്തിൽ നിരാശ പൂണ്ട അനുഭവത്തിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ ഉയർത്തെഴുന്നേറ്റ യേശു അവർക്കും പ്രത്യക്ഷപ്പെടുകയാണ്. എന്നാൽ അവർക്ക് യേശുവിന് മനസ്സിലായില്ല. ഒടുവിൽ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തി. യേശുവിൻ്റെ പുനരുദ്ധാനം അവരെ തിരികെ യെരുശലേമിലേക്ക് എത്തിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിനെ നമ്മളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ കൂടെ കൂട്ടേണ്ടത് ഇവിടെയാണ്. കർത്താവാകുന്ന പ്രകാശത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടെ കൂട്ടുവാൻ സാധിച്ചാൽ ഇരുളടഞ്ഞ വഴിയിൽ യേശുവിൻ്റെ വചനം വിളക്കും വെളിച്ചവുമായി മാറും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ ചേർത്ത് പിടിക്കുവാൻ, കർത്താവിൻ്റെ പുനരുദ്ധാനം ആ സമാധാനത്തിൻ്റെ അനുഭവമാണ് എന്ന് പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവിധമായ ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവാകുന്ന വെളിച്ചത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാനം ഏറ്റവും അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മാറുക. അനുഗ്രഹപ്രദമായി ദൈവസന്നിധിയിൽ വഴി നടത്തുവാൻ നമുക്ക് കർത്താവാകുന്ന പ്രകാശത്തിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. അതേ, കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ ഉയർപ്പ് പെരുന്നാളിൻ്റെതായ അവസരം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.
പൊന്നുളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയിർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നുളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയുടെ നാഥനുയിർക്കുന്നു. മുറിവുകളാൽ മൂടിയ